റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ശബരിമലയിലേക്ക് 2 മണികൾ നൽകിയിരുന്നുവെന്ന് ബംഗളൂരുവിലെ സഹ സ്പോൺസർ അജികുമാറിന്റെ ഭാര്യ റിപ്പോർട്ടറിനോട്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പിനായി സമീപിക്കുകയായിരുന്നു. പേര് വെക്കണമെന്ന് അജികുമാർ ആവശ്യപ്പെട്ടിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അജികുമാർ പരിചയത്തിലാകുന്നത് മണികളുടെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടാണെന്നും സുമംഗല പറയുന്നു. ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അജികുമാർ ഉണ്ടായിരുന്നു. തന്റെ ബന്ധുവായ വാസുദേവനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയപ്പെടുത്തിയത് അജികുമാറാണ്. നമുക്ക് ഈ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ശബരിമല ക്ഷേത്രത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും സമർപ്പിച്ചിരുന്നോ? സ്വർണം പൂശിയതോ സ്വർണമോ? ശബരിമലയിലോട്ട് മണി കൊടുത്തിട്ടുണ്ട്, 2 മണി. 2 മണികൾ കൊടുത്തത് അജികുമാറാണല്ലേ? അതെ അതെ അതെ. അത് ഏത് സമയത്തായിരുന്നു കൊടുത്തത്? അത് 2017 എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് അതെ 17 ശബരിമലയിലോട്ട് ഒരു മണി കൊടുക്കാനായിട്ട് സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഉണ്ണി തിരുമേനി ആൾക്കാരെ അന്വേഷിക്കുമായിരുന്നു. ആ സമയത്ത് എങ്ങനെയോ അജിയായിട്ട് പരിചയമായി. ആര് പരിചയപ്പെടുത്തിയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ ആ കാര്യം അജി ഏറ്റെടുക്കുന്നു. അങ്ങനെ നമ്മൾ ശബരിമലയിൽ മണി കൊടുക്കുന്നു. അതിനുശേഷം അദ്ദേഹമായിട്ട് അജികുമാർ നല്ല ബന്ധത്തിലായിരുന്നോ? നല്ല ബന്ധത്തിലാണോന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അതിനെ കുറിച്ച് അറിയത്തില്ല. ശബരിമലയിൽ മറ്റേ ഡോറ് കൊടുക്കുമ്പോഴും ദ്വാരപാലകരെ കൊടുക്കുന്ന സമയത്തൊക്കെ അജി കൂടെ പോയിട്ടുണ്ട്. കൂടുതൽ സാമ്പത്തിക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് അജി പറയാറില്ല, നമ്മൾ അന്വേഷിക്കുന്നില്ല. ഈ വാസുദേവൻ ബന്ധുവാണല്ലോ അല്ലേ? അതെ അതെ. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്റെ അച്ഛന്റെ അനിയന്റെ മകൻ അജികുമാറാണ് വാസുദേവനെ തിരുമേനിയായിട്ട് പരിചയമാക്കി കൊടുത്തത്. ശബരിമലയ്ക്ക് മണി കൊണ്ടുപോകുന്ന സമയത്ത് എളമ്പള്ളി അമ്പലത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വാസുചേട്ടന്റെ സ്ഥലം എളമ്പള്ളിയാണ്, പള്ളിക്കത്തോട്. അങ്ങനെ അവിടെ വെച്ച് ഇവര് പരിചയമാകുന്നു. ഇവരെല്ലാം ശബരിമലയ്ക്ക് പോകുന്നു. പിന്നെ അവര് തമ്മിൽ പരിചയമായി. ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് മറ്റാരിൽ നിന്നും ഇത്തരത്തിൽ സ്പോൺസർ ചെയ്ത് ശബരിമലയിലേക്ക് എന്തെങ്കിലും വാങ്ങിയതായിട്ട് വല്ലതും അറിയാമോ? ഇല്ല, അറിയത്തില്ല. അത് കഴിഞ്ഞ് ദ്വാരപാലകരെ ഡോറ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞു. പിന്നെ കോവിഡായി, അജി മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഇവര് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. അജി എല്ലാ കാര്യങ്ങൾക്കും വന്നിട്ടുണ്ടല്ലോ നാട്ടില്. ഈ ചടങ്ങുകൾക്കൊക്കെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി അമ്പലങ്ങളിലൊക്കെ പൂജിച്ചപ്പോഴൊക്കെ അജി കൂടെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ട് ഉണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള സംഭാവന നൽകിയതായിട്ട് അറിയാമോ? ഈ വാതിലിനും അതുപോലെ കാര്യം അറിയത്തില്ല. ദ്വാരപാലകരുടെ കാര്യത്തിൽ, ദ്വാരപാലക വിഗ്രഹങ്ങളുടെ കാര്യത്തിലും വാതിലിന്റെ കാര്യത്തിലും അജികുമാർ സംഭാവന നൽകിയോ എന്നുള്ള കാര്യം അറിയില്ല. ഇല്ല ഇല്ല. ലേബി നമുക്കൊപ്പം ഉണ്ട്. ലേബി, ഈ ബംഗളൂരു വ്യവസായിയായ അജികുമാർ ഈ 2 മണികൾ നിർമ്മിച്ചു നൽകിയിരുന്നു എന്നാണ് അറിയുന്നത്. ഈ പിന്നീട് അജികുമാറിന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് മറ്റോ 35 ലക്ഷം രൂപ ഈ പാളിയിലെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് വാങ്ങി എന്നത് അറിയുന്നു. നേരത്തെ അങ്ങനൊരു മൊഴിയും വന്നിരുന്നു. ഇപ്പോൾ ഈ അജികുമാറിന്റെ ഭാര്യ പറയുന്നതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? പോറ്റി എപ്പോഴാണ് അജികുമാറിനെ പരിചയപ്പെടുന്നത്? എങ്ങനെയാണ് ശബരിമല ഈ ദേവസ്വം ഈ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോകുമ്പോൾ അജികുമാറിനെ ഒപ്പം കൂട്ടിയത് പോറ്റി? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇപ്പോൾ അജികുമാറിന്റെ ഭാര്യ സുമംഗല പറയുന്നത് പ്രകാരമാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് ഇത്തരത്തിൽ 2 മണികൾ വേണം, അതിന് സ്പോൺസർമാരെ ആവശ്യപ്പെട്ട് ഇതിനായുള്ളൊരു അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെയാണ് ബാംഗ്ലൂർ വ്യവസായിയായ അജികുമാറിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ഇതിൽ ഇടയിൽ നിന്ന് ആരോ, അത് സുമംഗലയ്ക്ക് ആരാണെന്ന് കൃത്യമായി അറിയില്ല, അയാളാണ് വന്ന് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് അയ്യപ്പന് സമർപ്പിക്കാനായി 2 മണികൾ ആവശ്യപ്പെട്ട് നടക്കുന്നുണ്ട്, സ്പോൺസറെ വേണം എന്ന് പറഞ്ഞത്. ആ സമയത്ത് വലിയ ഭക്തനായിരുന്ന അജികുമാർ 2 മണികൾ നൽകാൻ തയ്യാറായി. ആ പ്രകാരം ആ സമയത്ത് 2017 മണികൾ ശബരിമലയ്ക്ക് നൽകിയത്. ഇപ്പോൾ ശബരിമലയിലുള്ള 2 മണികളും അജികുമാർ നൽകിയതാണ് എന്ന കാര്യമാണ് ഇപ്പോൾ സുമംഗല നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ മണികൾ നൽകിയതിനു ശേഷം അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു. പിന്നീട് ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളിയും വാതിലിന്റെ സ്വർണ്ണപ്പാളിയും എല്ലാം നിർമ്മിക്കുന്ന സമയത്ത് ഇത് പല ക്ഷേത്രങ്ങളിലും കയറ്റി പൂജയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്തെല്ലാം അജികുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അജികുമാറിന്റെ സഹോദരൻ അനിൽകുമാറാണ് മൂവാറ്റുപുഴ സ്വദേശി നമ്മളോട് പറഞ്ഞത് 35 ലക്ഷം രൂപ വാതിലിന്റെയും ഇത്തരത്തിലുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളുടെയും സ്വർണ്ണപ്പാളി നിർമ്മാണത്തിനായി കൊടുത്തിരുന്നു. അക്കാര്യം സഹോദരൻ തന്നോട് പറഞ്ഞിരുന്നു. ഇത് വെളിപ്പെടുത്തിയത് അജികുമാറിന്റെ സഹോദരൻ അനിൽകുമാറാണ്. എന്നാൽ ആ പൈസയുടെ കാര്യം കൃത്യമായി അറിയില്ല. ഇപ്രകാരം അജികുമാറിന്റെ സഹോദരൻ അനിൽകുമാർ, മൂവാറ്റുപുഴ സ്വദേശി അനിൽകുമാർ പറഞ്ഞത് പ്രകാരം
വാതിലിനും ഒപ്പം തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങൾക്കും സ്വർണ്ണപ്പാളി നിർമ്മിക്കുന്നതിനായി 35 ലക്ഷം രൂപ അജികുമാർ, ഈ ബാംഗ്ലൂർ വ്യവസായി അജികുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ അക്കാര്യം സുമംഗല സ്ഥിരീകരിക്കുന്നില്ല. സുമംഗലയ്ക്ക് അതേക്കുറിച്ച് അറിയില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ അജികുമാർ പറയാറുണ്ടായിരുന്നില്ല, താൻ ചോദിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ മണികളുടെ കാര്യത്തിൽ അവർക്ക് വലിയ വിശ്വാസികളായിരുന്നു. അവർക്ക് അതിനകത്ത് അവരുടേതായ കാരണവും ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ മണി സമർപ്പിക്കുന്നതിന്, ഈ മണി സമർപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശബരിമലയിലുള്ള 2 മണികളും അജികുമാർ ഇപ്രകാരം സമർപ്പിച്ചതാണ്. അത് മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഡോക്ടർ അരുൺ, ഇത്തരത്തിൽ ശബരിമലയിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ പുറത്തേക്ക് സ്പോൺസറെ തേടിക്കൊണ്ടിരുന്നു. ഇത്തരത്തിൽ ശബരിമലയിലേക്ക് മണികൾ ആവശ്യമുണ്ട് എന്ന് വ്യാപകമായി ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷിച്ചപ്പോഴാണ് ഭക്തനായ അജികുമാർ ഈ വിവരം മറ്റൊരാൾ പറഞ്ഞറിയുന്നത്. അങ്ങനെയാണ് ശബരിമല സന്നിധാനത്തിലേക്കാണല്ലോ എന്ന് വിചാരിച്ച് 2 മണികൾ അജികുമാർ നൽകിയതെന്ന് ഇന്ന് ഇപ്പോൾ ഭാര്യ പറയുന്നു. ഏതായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ വ്യാപകമായി സ്പോൺസർമാരെ ശബരിമലയിലേക്ക് ഒരുപാട് സ്പോൺസർമാരെ തേടിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെയാണ് അജികുമാറിനെ തേടുന്നതും 2 മണികൾ സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്.